6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. 6000 കമ്പാർട്ട്മെന്റ്സ് അറ്റ് മിൽക്കി വേ ഗാലക്സി, സോളാർ പ്ലാനറ്റ് കിടക്കുന്നെന്ന്. എത്ര ഗ്രഹമുണ്ട് ആകാശത്തിനകത്ത്? 9 ഗ്രഹം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഇതാണോ ഗ്രഹം? സന്തോഷമില്ലല്ലോ. സ്വോത്രം. കുറ്റിച്ച സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ മാങ്ങ അറിയരുതായിരുന്നു. സ്വോത്രം. ഇത് പഠിക്കണം. 9 ഗ്രഹങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9ാമത്തെ ഗ്രഹം ഇല്ല. ഇവിടെ നിങ്ങൾ പെയ്ത്തോം പണിയാൻ ഇവിടെ നിന്ന് മരങ്ങൾ വെട്ടിയതുപോലെ 9ാമത്തെ ഗ്രഹത്തെ മാറ്റിയിട്ട് 6000 കോടി വീട് മധ്യാകാശത്തിൽ. റെഡിയാണോ? മഷിക വരുമെന്ന് ഇപ്പൊ പറയാൻ പോവാ. അതിന്റെ അർത്ഥം ആ 5 കമ്പാർട്ട്മെന്റ്: 1 മരിച്ചവരിൽ ആദ്യഫലക്കറ്റ ക്രിസ്തു, 2 സഭയാകുന്ന മണവാട്ടി, 3 പീഡാകാല രക്തസാക്ഷി, 4 2 ചേട്ടന്മാർ ഇവിടെ വന്ന് മരിച്ച് മേളിലോട്ട് പോകും. അവരെ ലോകം കാണും. അതാ എലോൺ മസ്കിന്റെ ഇന്റർനെറ്റ്. യെരുശലേം തെരുവീതിയിൽ അവരുടെ ജഡം കിടക്കുന്നതാണ്. മറ്റൊരിക്കൽ നെടുമങ്ങാട്ട് പ്രസംഗിച്ചേരാൻ കരിഞ്ഞു പോകും. അങ്ങനെയെങ്കിൽ അവരങ്ങ് മേളിലോട്ട് പോകും. മോശയും അതുപോലെ പിന്നെ അത് കഴിഞ്ഞ് ഏലിയാവും ഹാനോക്ക്. ഏലിയാവ് മരണം കാണാതെ എടുത്തപ്പെട്ടു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ബൈബിളിൽ ചില വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നത് മോശയാണ്. മോശ മരിച്ചടക്കപ്പെട്ട് പെരിയൂറിന്റെ താഴ്വരയിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. മരണം കാണാതെ എടുക്കപ്പെട്ട 2 പേർ. 1 ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഏലിയാവ് യോർദാന്റെ കര ചെന്നപ്പോൾ അഗ്നിരഥങ്ങളും അഗ്നിയശ്വങ്ങളും എന്ന് അവനെ മേഘത്തട്ടിൽ എടുക്കപ്പെട്ടെങ്കിൽ അവരിവിടെ വരും. പഴയ നിയമത്തിന്റെ വിശ്വാസികൾ. അവരുടെ ജഡം ഡെഡ് ബോഡി കിടക്കുന്ന യെരുശലേമിൽ. അത് ലോകം മുഴുവൻ കാണും. അതിന് 4G പോരെ 9G വരാൻ പോന്നു. അതാ ഫൈബർ നെറ്റ് സാറ്റലൈറ്റ് വഴി മുഴുവൻ അന്ത്യകാലം. അത് കഴിഞ്ഞിട്ട് 5 കാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ വാഴുവാൻ 6000 കോടി വീട് മധ്യാകാശത്തിൽ. ബൈബിൾ കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം നമുക്ക് മധ്യാകാശത്തിൽ. കുഞ്ഞാടിന്റെ കല്യാണവും വന്ന് തന്റെ കാന്തയിൽ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് രാത്രി അങ്ങനെ ഒരു വീടുണ്ടോ? 2 കാര്യം കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു 2 സാക്ഷി പറഞ്ഞ് പാട്ട് പാടാം. അവസാന ദിവസം എന്താ ഇതിന്റെ കാര്യം എന്നറിയാവോ? കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ഇന്ത്യക്കാരിയും ഒരു നാസയുടെ ഇതുമായിട്ട് ശൂന്യാകാശത്തിലേക്ക് പോയി. അവര് സുനിത വില്യംസ്, അത് കഴിഞ്ഞിട്ട് വില്യം വിച്ച്മോർ, എല്ലാവരും കേട്ടാട്ടെ. അവർ 2 ശൂന്യാകാശത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ നെടുമങ്ങാട്ടെ KSRTC പഞ്ചറായാലോ, ടയർ പഞ്ചറായി. സന്തോഷമില്ലല്ലോ. അവരെ പേടകം അവിടെ കുരുങ്ങിപ്പോയി. അപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നെന്നറിയാമോ? ജോ ബൈഡൻ. അദ്ദേഹത്തിന് ഫോൺ ചെയ്ത്, സാറ് പേടകം കുരുങ്ങി, രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? അദ്ദേഹം നാസയോട് ചോദിച്ചു, രക്ഷയില്ല. സുനിത വില്യംസ് പണ്ട് ഇന്ത്യക്കാരിയായിരുന്നു. അവരോട് ചോദിച്ചു. അപ്പൊ ഇന്ത്യ പറഞ്ഞ ISRO പറഞ്ഞൊരു പേടകം കിട്ടാൻ പാടാ. ഇവര് കൊണ്ടുപോയ നട്ട്സും തീർന്ന്, സുരേഷ് പാസ്റ്റർ കുപ്പിവെള്ളവും തീർന്ന്, അണ്ടിപ്പരിപ്പൊക്കെ തീരാറായി. സ്വോത്രം. അന്നേരം ഉണ്ട് നമ്മുടെ ട്രംപ് വന്ന്. ട്രംപ് ചേട്ടൻ ഉടനെ അവർ വാട്സപ്പ് അടിച്ചു, സാർ ഞങ്ങൾ ശൂന്യാകാശത്തിൽ കുരുങ്ങി കിടക്കുക, പേടകമില്ല, ഞങ്ങളുടെ പേടകം പഞ്ചറായിപ്പോയി. ട്രംപ് ആദ്യം നാസയോടും കാസയോടും ചോദിച്ചു. പറഞ്ഞ് രക്ഷയില്ലെന്ന്. ട്രംപിന്റെ വലം കയ്യ ഇലോൺ മസ്ക്. അതാ ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. അവളെ കെട്ടിയത് ജാറേദ് കുഷൻ യഹൂദൻ. അതുകൊണ്ടാണ് ഇസ്രയേലുമായിട്ട് ട്രംപ് കൈ. അവന്റെ ചേർത്തേക്കുന്നവനാ എലോൺ മസ്ക്. ട്രംപിനെ കൊണ്ടുവന്ന് ഇതെല്ലാം ഏകലോക ഭരണ വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ട്രംപിന്റെ ബിസിനസ് പങ്കാളിയ പാകിസ്ഥാന്റെ കരസേനാ മേധാവി ആസം മുനീർ ഇറാന് വേണ്ടി ചർച്ച നടത്തുന്നത്. ഇതെല്ലാം ഒരു സർക്കിള്. പ്രസംഗിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾ എടുക്കും. നിങ്ങൾ കരിഞ്ഞു അന്ത്യകാല സംഭവം ഒരുവൻ വരാനാവും. എലോൺ മസ്കിനോട് ചോദിച്ച്, നമ്മുടെ 2 കുഞ്ഞുങ്ങൾ മേളിൽ കിടക്കുവന്ന്. എലോൺ മസ്ക് പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകുമെന്ന്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ബാക്കിയൂടെ കേട്ടാട്ടെ, എല്ലാ ചേട്ടന്മാരും കേട്ടാട്ടെ. നേരെ ഒരു പാരാഗ്ലൈഡർ അങ്ങോട്ട് വിട്ടു. നമ്മുടെ ഇന്നാൾ എറണാകുളത്ത് ഒരു പാലത്തിനകത്ത് പൂച്ച ഉരുങ്ങി, അതുപോലെ 2 എണ്ണം കൂടെ ഒറ്റപ്പിടി. മനസ്സിലാക്കുന്നവർക്കായി. ട്രംപ് പറഞ്ഞ് ക്യാമറ നൂത്തോളായി. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു ഷിപ്പിന്റെ മേളിൽ വന്ന് ഒറ്റ ചാട്ടൻ 2 എണ്ണവും കൂടെ വന്നിറങ്ങി. ഒരുവനുണ്ട്, അത് വില്യം വിച്ച്മോർ. അദ്ദേഹം നാസയിലെ സയന്റിസ്റ്റാ. അവിടെ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു പത്രലേഖകരോട്, യേശു ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ മടങ്ങി വന്നു. സ്വോത്രം. നമുക്ക് വിശ്വാസമില്ലല്ലോ. ഇന്ന് പെന്തിക്കോസിലെ പാസ്റ്റർമാരുടെ മക്കളും അവിശ്വാസികളായിക്കൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ. അവൻ പോകുന്നത് യുക്തിവാദിയുടെ കൂട്ടായ്മ. അവനെ എല്ലാം കർത്താവ് ഒതുക്കും. സ്വോത്രം. വന്നില്ലേലും സന്തോഷമില്ലല്ലോ. അപ്പന്മാര് പെയ്ത്തോമി കടന്ന് കട്ടപ്പെട്ട് പാടി ദശാംശം മേടിച്ച് നല്ല പഠിത്തമായപ്പം ഇന്ന് ഫേസ്ബുക്കിലെടുത്തും യുക്തിവാദിയുടെ കൂട്ടായ്മ. കരമടിക്കാൻ ആളില്ല. സ്വോത്രം. ഏതിൽ നിന്ന് വീണിരിക്കുന്നുവോ നീ അനുദപിച്ച് മടങ്ങി വന്ന് നീ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്താൽ നിന്റെ കിരീടം നിന്ന നിലയിൽ ഞാൻ കെടുത്തിക്കളയുമെന്ന്. സ്വോത്രം. ഞാൻ ബ്രദറുകാരെ CSIക്കാരെയും കുറ്റം പറയുന്നില്ല. എൻ്റെ പൊന്ന് അജികുമാർ പാഷ കേരളത്തെ യുക്തിവാദികളുടെ സംവാദത്തിന് പോകുന്നത് നല്ലൊരു ശതമാനം ഈ കോസുകാർ. നീ ഇതിന് ബാധ വഴി നിന്നൊരു ട്രാക്ടർ വിടറ കുഞ്ഞ്, നിന്നെ ദൈവം അനുഗ്രഹിക്കും. സ്വോത്രം. ഇടയ്ക്ക് 1-2 പേർ എന്നെ വിളിച്ച്, പാസ്റ്റർ യുക്തിവാദികളുടെ സമ്മേളനത്തിന് നടക്കുന്നുണ്ട്, പാസ്റ്റർ ഒന്ന് വരാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, എവിടെങ്കിലും ഒരു വണ്ടി ശരിയാക്കും, മേളിൽ കയറിയിരുന്ന് പരിശോധന പ്രസംഗിക്കാമെന്ന്. സന്തോഷമില്ലല്ലോ.
ഇന്നാൾ നെടുമങ്ങാട്ടും എല്ലാം ഞാൻ പ്രസംഗിച്ചു. ഈ അടുത്ത ദിവസങ്ങളിൽ നെടുമങ്ങാട്ട് ചെറുപ്പക്കാർ ലഹരി വിരുദ്ധ യാത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാക്കാൻ വണ്ടി ശരിയായിട്ടുണ്ട്, റെഡിയാവും, അപ്പോഴേ പ്രസംഗിക്കും. യുക്തിവാദിയുടെ സമ്മേളനത്തിന് കോസുകാരൻ പോന്ന് തീരാറായി. സ്വോത്രം, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞ ഞാനല്ല, വില്യം പിച്ചുമോർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? യേശു മധ്യാകാശത്തിൽ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടെ കണ്ടവരല്ല പോയവൻ പറഞ്ഞു. പ്രവചനങ്ങൾ നിവർത്തിയായില്ലേ അമ്മാമ്മ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്ധിയിൽ അനേക വാസസ്ഥലമുണ്ട്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളും. ആ വീട്ടിൽ പോകണമെങ്കിൽ 7 കാര്യം നടക്കണം. ആരെയും കുറ്റം പറയല്ല. 1, രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? കരമുയർത്തുന്നതല്ല രക്ഷ. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഭൂതലത്തിൽ വന്നു, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവറിയിൽ പരമയാഗമായി. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റു പറയണം രക്ഷ. രക്ഷിക്കപ്പെട്ട നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഏതാ മാനസാന്തരം? കൊച്ചുപീടി, കഞ്ച്, കള്ളാവ് എല്ലാം എടുത്ത് ദൂരെ കളയും. മാനസാന്തരപ്പെട്ട നീ എന്ത് ചെയ്യണം? അനുതപിക്കണം. ധൂർത്തപുത്രൻ പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. അനുതാപം. അനുതപിച്ച നീ എന്ത് ചെയ്യണം? ഏജി ചേരാനല്ല, ദൈവസന്നിധിയിൽ എടുക്കപ്പെടുവാൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകണമെങ്കിൽ വചനപ്രകാരം ജലത്തിൽ മുങ്ങി കർത്താവിനെ സാക്ഷീകരിക്കണം. അതാ സ്നാനമോ. ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള മനസാക്ഷി. ആ മനസാക്ഷി സ്നാനമേറ്റവർ ദൈവം ആത്മാവാകുന്നു. ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം. എന്റെ വരവ് വരെയും കർത്താവിന്റെ വചനപ്രകാരം നിങ്ങൾ ഇത് ചെയ്യണം. എന്റെ ഓർമ്മയ്ക്കായി 7 പരിശുദ്ധാത്മ ശക്തിയെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം വിളിക്കും, എന്റെ കാന്തേ, എന്റെ പ്രാവേ. കരമുയർത്തുന്നവർക്കായി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. പ്രാവിന്റെ കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കും അമ്മച്ചി. മേധസ്സുള്ള പ്രാവിന്റെ തല പുരോഹിതനിറക്കം. ലേവ്യരുടെ യാഗം. യാഗപീഠത്തിനകത്ത് തലയിലെ രക്തം പടപടാ ഞെക്കി ഒഴിക്കും. എന്നതെന്നറിയാമോ? അവസാനമായി ഒരു കാര്യം ചെയ്ത് തന്റെ കർമ്മകാണ്ഡാദികൾ തീരും. അപ്പൊ അവനൊരു പ്രത്യാശ. താമ്രത്തൊട്ടിയിലെ വെള്ളമെടുത്ത് യാഗപീഠം വൃത്തിയാക്കുമ്പോൾ ആരും അറിയാതൊരു കാഴ്ചയുണ്ട് സഹോദരങ്ങളെ. ഒരു ഉടൽ വിടയ്ക്കുന്നു, മറ്റേ പ്രാവിന്റെ മുഖത്ത് രക്തം കിടക്കുന്നു. അവൻ കത്തിയിടാൻ നോക്കുമ്പോൾ ആരോ അവന്റെ ഉള്ളിൽ പൂവിളി പോലെ പറയും, കെട്ടറത്തേക്കാൾ. അവൻ കെട്ടറക്കുമ്പോൾ ഒരു സംഭവം, ഉടൽ വിറയ്ക്കുന്നത് മറിയുമ്പോൾ രക്തം വീണത് ഒറ്റ ഓട്ടം പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി നെടുമങ്ങാട്, മാരിനാട്, ഉഴമലക്കലും, ഇന്ന് രാത്രി അരുവിക്കരയും കർത്താവിന് വേണ്ടി ഇറങ്ങിയ ദൈവത്തിന്റെ ദാസന്മാരെ, ദാസിമാരെ, ആരും നിങ്ങളുടെ മുഖം കണ്ടില്ലെങ്കിലും ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ചവന്റെ മുഖം കാണുവോ നാം ഒരുക്കപ്പെട്ടവരായിരിക്കണം. അവൻ വരാറായി, ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി കാന്തൻ വരും. നിർത്താൻ പോകുന്നു. പാട്ടിലേക്കും സാൽവേഷൻ ആർമി എല്ലാവരും കേട്ടാട്ട്. അതിന്റെ മെയിൻ ലീഡറുടെ പേരായിരുന്നു വില്യം ബൂത്ത്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കഥ എഴുതിക്കോണം. വില്യം ബൂത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ലണ്ടൻ പോലീസിലെ ചീഫായിരുന്നു. അതുകൊണ്ടാ അവർക്കെല്ലാം 2 സ്റ്റാർ. അപ്പൊ നെടുമങ്ങാട്ടുള്ളവർ വിചാരിക്കും നമ്മുടെ പോലീസ് ആസ്ഥാന തൈക്കാട്ടിൽ നിന്നെങ്ങാണ്ട് ആ സ്റ്റാർ കിട്ടിയെന്ന്. അയ്യോ, തൈക്കാട്ടിൽ നിന്നൊന്നുമല്ല സ്റ്റാർ കിട്ടിയത്, ഇവർക്ക് ലണ്ടനിൽ നിന്നാണ് പോലീസ് ചീഫ്. അവരുടെ കൺവെൻഷൻ, സാൽവേഷൻ ആർമിയുടെ ഏറ്റവും വലിയ കൺവെൻഷൻ ലണ്ടൻ കൺവെൻഷൻ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. എല്ലാവരും കേട്ടാട്ടെ. 18 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. നിങ്ങൾ മുക്കോലക്കൽ സൗണ്ട് വെച്ചോളൂ. അവന്റെ പേര് സാമുവൽ ബ്രിംഗ്ലർ. അവൻ്റെ ഒരു ചെരുപ്പ് തയ്ക്കുന്നവന്റെ മകനാ, ഷൂ തുടയ്ക്കുന്നവനാ. അവൻ ഈ കൺവെൻഷൻ സ്ഥലത്ത് പോകാൻ ഭയങ്കര ആഗ്രഹം. നമ്മുടെ കോമ്പൗണ്ടിന്റെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നത് പോലെ 18ാമത്തെ വയസ്സിൽ ഈ പയ്യൻ വന്നു. അവിടെ വന്ന് അവരോട് പറഞ്ഞു, എനിക്ക് ഈ ചർച്ചിനകത്ത് കൺവെൻഷൻ സ്ഥലത്ത് ആരാധിക്കണം. അവർ പറഞ്ഞ്, നീ ചെരുപ്പ് തുടയ്ക്കുന്നവന്റെ മകനാ, പൊക്കോളാൻ പറഞ്ഞു. കേറ്റത്തില്ല. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയി. അവന്റെ വേദന. 19ാമത്തെ വയസ്സിൽ വീണ്ടും അവൻ വന്നു. സഹോദരി, എന്താ? അവൻ വന്നപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ വർഷവും നിന്നോട് പറഞ്ഞു, ഇത് പട്ടാളക്കാരും പോലീസുകാരും നല്ല പെരിയ ആൾക്കാരുടെ കൺവെൻഷൻ, നിന്നെ പോലെ ചെരുപ്പൂത്തിയെ കയറ്റത്തില്ല. 20ാമത്തെ വർഷം പകൽ കൺവെൻഷൻ സമയത്ത് വന്നു. രാവിലെ കോമ്പൗണ്ട് ഫ്രീ. സെക്യൂരിറ്റിയോട് പറഞ്ഞു, എനിക്ക് പ്രസിഡന്റിനെ കാണണം. സെക്യൂരിറ്റി പറഞ്ഞു, ഇപ്പൊ പ്രസിഡന്റ് ഫ്രീ ആയിരിക്കും. ധൈര്യമായിട്ടല്ല. പ്രസിഡന്റ് അടുത്ത് എന്ന് പറഞ്ഞു, സാർ 2-3 വർഷമായിട്ട് എനിക്ക് കൺവെൻഷൻ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിന്നെ ഇവിടെ കയറ്റത്തില്ല, നീ ചെരുപ്പൂത്തിയുടെ മകനാ, ഞാൻ വരുന്ന വഴി കാണുന്നതാ. പിന്നെ ഇവിടം വരെ 2-3 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ആൾക്കാർ വരുമ്പോൾ ആ സൂപ്പറെ റാക്കിനകത്ത് ഷൂ വെക്കൽ, അവിടെ ഇരിക്കണം, കഞ്ഞി കിട്ടണം, കരമടിക്കണം, നിനക്ക് ദൂരെ നടക്കുന്ന ആരാധന കാണാം. അയ്യോ, ഇന്നൊന്നും അങ്ങനെ പറയരുതേ. പാസ്റ്ററിന്റെ തലയിൽ ഫേസ്ബുക്കിലെ പോസ്റ്റും വരും, കല്ലും വരും. സന്തോഷമില്ലല്ലോ. മിണ്ടരുത്. ദൈവവേലയിൽ നിൽക്കുന്ന ശുശ്രൂഷകരോട് പറയുക, സമാധാനത്തിൽ ഇരുന്നോണം. മനസ്സിലാകുന്നവർക്കായി
പോസ്റ്റ് ഒത്തില്ല. അവസാനം ഇസബേലിനെങ്കിലും കൊണ്ട് അടിച്ചിട്ട്. മനസ്സിലാകുന്നവർക്കാ ഈ പള്ളിക്ക് ഈ മണി മതി, മനസ്സിലാകുന്നവർക്കാ സ്വോത്രം. ഏലിയാവിനെ പോലെ ചുറ്റൂട്ടെ നിൽക്കുന്നവനെ എല്ലാം അടിക്കാൻ വേണ്ടി ഭരിക്കുമല്ലയോ, അത് ഈ കോശിനകത്ത് നുഴഞ്ഞു കയറിയിക്കുക. എന്താ സംഭവിച്ചത്? ആ പയ്യൻ 20കാരൻ സമാധാനത്തിൽ ഒരു കാര്യം ചെയ്തു. ഷൂപ്പരയ്ക്കകത്തിരുന്ന് എത്ര കൊല്ലം ഇരുന്ന് അച്ചായ? 14 കൊല്ലം. ആരും അവനെ ഗവനിച്ചില്ല. ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല, നാട്ടുകാർ നിന്നെ തള്ളിക്കളയും. അതിൻ്റെ നടുവിൽ മുട്ടുമടക്കുന്നവനെ വഴികൾ തുറക്കുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം. ബാക്കി കേട്ടോ. 34-ാമത്തെ വയസ്സാ പയ്യന്റെ. 34-ാമത്തെ വയസ്സിൽ ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയോ? അവിടെ ഭയങ്കര കൺവെൻഷൻ. വ്യാഴം വെള്ളി LMSന്റെ മിഷണറിമാർ, ശനി ഞായർ വരേണ്ട ഒരു അമേരിക്കൻ മിഷണറിയാ. ശനിയാഴ്ച രാവിലെ വില്യം ബൂത്ത് ഓഫീസിൽ ഇരുന്നപ്പോൾ ഒരു ഫോൺ വന്നു. എന്താ ഫോൺ വന്നതെന്നറിയാമോ? എനിക്ക് വരാൻ പറ്റത്തില്ല, കട്ടായി, സുഖമില്ല. അദ്ദേഹം ഓടി പ്രാർത്ഥന മുറിയിൽ. ഇന്ന് ആര് പ്രസംഗിക്ക്? ദൈവാത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. നിന്റെ ഷൂപ്പരയ്ക്കകത്ത് 14 വർഷമായി ഒരുവൻ ഷൂ തുടയ്ക്കുന്ന ഇന്ന് രാത്രി അവനെ പ്രസംഗിപ്പിക്കണം. ഇദ്ദേഹം ഓടി ഷൂപ്പരെ ചെന്ന് സാമുവൽ ബ്രങ്കറിനെ വിളിച്ചു, മോനെ ഇന്ന് നീ പ്രസംഗിക്കണമെന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നു. ആ ബൈബിൾ എടുത്ത് അമ്മച്ചി അവൻ ഒരു കാര്യം പറഞ്ഞു. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. മനസ്സിലാകുന്നവർക്കായി മുടിവെട്ടി താടിവെട്ടി അവനെ അന്ന് രാത്രി സ്റ്റേജിൽ പ്രസംഗിച്ചു. സാൽവേഷൻ ആർമിയുടെ ചരിത്രം. അന്ന് 1000 കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. 4-ാം രാത്രി, കടശി രാത്രി പ്രസംഗം ചടുലമായി. അനേക പട്ടണങ്ങളുടെ ആൾക്കാർ വരാൻ തുടങ്ങി. വലിയൊരു സ്പിരിച്വൽ മൂവ്മെന്റ് നടത്തി. കടശി യോഗം ആശീർവാദത്തിന് സാമുവൽ ബ്രിങ്ക്ലറിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് വില്യം ബൂത്ത് ഇങ്ങനെ പറഞ്ഞു, ടുഡേ ഐ റിസൈൻ മൈ പോസ്റ്റ്. ഇന്ന് രാത്രി ഞാൻ രാജിവെക്കുക. നാളെ മുതൽ നമ്മുടെ പ്രസ്ഥാനത്തെ ഈ ചെറുപ്പക്കാരൻ നയിക്കും. 14 വർഷം ഷൂപ്പരെ കടന്നവൻ നാളെ നമ്മുടെ പ്രസ്ഥാനത്തെ ലീഡ് ചെയ്യും. കരമുയർത്തുന്നവർക്കായി ഇതാ അമ്മാമേ സുവിശേഷം. ഏതാണ് ഇന്നത്തെ രാത്രിയിലെ വിടുതൽ? എന്താ? പൊട്ടക്കിണർ നിനക്കെതിരായിരിക്കും, നാട്ടുകാർ നിന്നെ തള്ളിക്കളയും. വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറിൽ കിടന്നാൽ സ്വർഗത്തിന്റെ കരമിറങ്ങി വരും. അടിമച്ചന്തയിൽ നീ കിടക്ക്, ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. ചരമബോർഡുണ്ടാക്കി നിന്നെ സ്വത്ത് അടിച്ചു മാറ്റും. കുഞ്ഞ്, പൊത്തിപ്പേരുടെ ഭവനത്തിൽ നീ അപമാനിതനാകും. നീ തകർന്നെന്ന് ലോകം പറയും. ഭാരപ്പെടേണ്ട കുഞ്ഞ്, ചെയ്യാത്ത കുറ്റത്തിന് നിന്നെ കൊണ്ട് കാരാഗ്രഹത്തിനകത്തിടും. ലോകം പറയും നീ പുറത്തു വരത്തില്ല. കാരാഗ്രഹത്തിൽ പട്ടിണിക്കഞ്ഞ് കുടിക്കുമ്പോൾ നീ അറിയാതെ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് സ്വർണ്ണ സരിപ്പളയും ചെയറുമുണ്ടാക്കുക. സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനെങ്കിൽ നാളെ ഇവിടെ യോഗമില്ല. കരമുയർത്തുന്ന കുഞ്ഞുങ്ങൾക്കായി ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, നിന്റെ പരാജയം കാണാൻ കാത്തിരുന്നവരുടെ നടുവിൽ നിന്നെ മാനിക്കുവാൻ കരുത്തുറ്റവനായി ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം സാമുവൽ ബ്രിങ്ക്ലറിന് മാത്രമല്ല, നെടുമങ്ങാട് മുക്കോലക്കലേജ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി വഴി നടത്താൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഞാൻ ന്യായാസനങ്ങളെ തുറന്നു. മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും അതിൻ്റെ മുദ്രയോടും യേശുവിൻ്റെ വചനവും സാക്ഷ്യവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ഉയർത്തെഴുന്നേറ്റു. 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങുന്നവർ 1007 വർഷം കടക്കും. എന്നിട്ട് അവരെ തള്ളിയിടുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവിനകത്ത് വീണു പോകും. അവരുടെ പുകയുടെയും ദണ്ഡനത്തിൻ്റെയും അവസ്ഥ വരും. എന്നാൽ വചനപ്രകാരം ദൈവസന്നിധിയിൽ നിൽക്കുന്നവർ ദൈവത്തോടും വിശുദ്ധ ദൂതന്മാരോടും കുഞ്ഞാടിനോടും കൂടെ 1000 ആണ്ട് വാഴും. ഇതൊന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. നിർത്തുന്നു. മൃഗം വരുന്നതിന് മുമ്പ് നമ്മുടെ കാന്തൻ വരും. പ്രതിമ വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം കാണും. സംഖ്യ ഇപ്പോഴേ തുടങ്ങി. വരുന്നത് മുദ്രയാ. ആ മുദ്ര ഏൽക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ എന്റെ കാന്തൻ മടങ്ങി വരും. ആ മക്കൾ അവിടെ പോവും. പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ വരാം. വെളിപ്പാട് 15:2. ഇതാണ് നമ്മുടെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം. പ്രസംഗം അവസാനിക്കുന്നില്ല, ബാക്കി മറ്റൊരിക്കൽ. വെളിപ്പാട് 15:2. എല്ലാവരും എടുത്താട്ടെ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. മതി, നമുക്കൊരു പളുങ്ക് കടൽ ഒരുങ്ങിയിട്ടുണ്ട്. കുഞ്ഞാടതിൽ വിളക്കാണ്. ഇരുളൊരു ലേശവും അവിടെയില്ല. തരും എനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, എൻ്റെ കർത്താവ് മടങ്ങി വരും. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ,
അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. വെളിപ്പാട് നിർത്തുന്നു. സഹിഷ്ണുതയുടെ എന്റെ വചനം നെടുമങ്ങാട്ട് നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും ദൈവസഭയെ കാക്കും. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ യേശു മടങ്ങി വരാറായി.